ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുഞ്ഞുമക്കളുടെ കാൽവിരൽ നിലത്തൊന്ന് വെച്ചു കുത്തിയാൽ ഹൃദയം പൊള്ളുന്നവരാണ് നമ്മൾ. എന്നാൽ മനസാക്ഷിയെ ഞെട്ടിക്കുമാറ് കുഞ്ഞുങ്ങൾക്കെതിരായ അതിക്രമങ്ങളും മറുവശത്ത് വർദ്ധിച്ചു വരികയാണ്. തിരൂരിൽ വീട്ടമ്മ 2 മക്കളെ കുളത്തിൽ എറിഞ്ഞുകൊന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് ഈ കണ്ണിൽ ഏറ്റവും ഒടുവിലെത്തത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. വൻകിട കോൺട്രാക്ടർമാരുടെ കുത്തകയാക്കി കരാർ മേഖല മാറ്റിയെടുക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ MLA. BSc നഴ്സുമാരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരായി നിയമിക്കുക എന്ന ആവശ്യമായി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ റാലി. പിഞ്ചുമക്കളോടുള്ള ക്രൂരത വീണ്ടും. ഇത്തവണ തിരൂരിൽ കൊന്നത് 2 മക്കളെ, പ്രതി മാതാവ്. വിശദമായ വാർത്തകളിലേക്ക്. വൻകിട കോൺട്രാക്ടർമാരുടെ കുത്തകയാക്കി കരാർ മേഖല മാറ്റിയെടുക്കാനാണ് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്ന് ചെറുകിട കരാറുകാരെ ഒഴിവാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ MLA. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ 15ാമത് ദ്വൈവാർഷിക സംസ്ഥാന സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ 15ാമത് ദ്വൈവാർഷിക സംസ്ഥാന സമ്മേളനം നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വൻകിട കോൺട്രാക്ടർമാരുടെ കുത്തകയാക്കി കരാർ മേഖലയെ മാറ്റിയെടുക്കാനാണ് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്ന് ചെറുകിട കരാറുകാരെ ഒഴിവാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിദേശ കുത്തക കോൺട്രാക്ടർമാർ ഈ രംഗം കൈയടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺട്രാക്ടർമാരുടെ കുത്തകയാക്കി കരാർ മേഖലയെ മാറ്റിയെടുക്കാനാണ് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്ന് ചെറുകിട കരാറുകാരെ ഒഴിവാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ചെറുകിടക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും നിലവിലുള്ള കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണമെന്നും സംഘടന ദീർഘനാളായി ആവശ്യപ്പെട്ടു വരികയാണ്. എന്നാൽ ഇതുവരെയും ഗവൺമെന്റ് ഓർഡർ ഇറക്കാത്തതിനാൽ സംഘടന പ്രക്ഷോഭത്തിനിറങ്ങുകയാണ്. മുൻ MLA VKC മഹമ്മദ് കോയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KGCF സംസ്ഥാന രക്ഷാധികാരി EV കൃഷ്ണ പൊതുവാൾ, KV ജോർജ്, PV കൃഷ്ണൻ, TV പോൾ, MV കുഞ്ഞപ്പൻ, C കരീം, T മധു, KJ വർഗീസ്, P മോഹൻദാസ്, ബഷീർ കുണ്ടായിത്തോട് എന്നിവർ സംബന്ധിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. BSc നഴ്സുമാരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരായി നിയമിക്കുക, സ്കൂൾ ഹെൽത്ത് നഴ്സ് തസ്തികയുടെ യോഗ്യത പുനർനിർണയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാനാഞ്ചിറയിൽ നിന്നും ആരംഭിച്ച റാലി ട്രെയിൻഡ് നഴ്സിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള സെക്ടർ പ്രസിഡന്റ് ഡോക്ടർ റോയ് കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് മേഖലയിലെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങളായ BSc കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ കോഴ്സിനു പകരമായി BSc നഴ്സുമാരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരായി നിയമിക്കുക, സ്കൂൾ ഹെൽത്ത് നഴ്സുമാരായി യോഗ്യരായ ബിരുദ നഴ്സുമാരെ മാത്രം നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് ജില്ലയിലെ വിവിധ നഴ്സിംഗ് കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മാനാഞ്ചിറയിൽ നിന്നും ആരംഭിച്ച റാലി ട്രേഡ് നഴ്സിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള സെക്ടർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോയ് കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഷാദേവി, സജിത് കുമാർ, മുഹമ്മദ് അൻവർ, സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറി നിധിൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി.
കുഞ്ഞുങ്ങളോടുള്ള അമ്മമാരുടെ ക്രൂരതയ്ക്ക് അറുതിയാവുന്നില്ല. നാടിനെ നടുക്കിക്കൊണ്ട് തിരൂരിൽ മാതാവ് 2 മക്കളെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം കക്കോടിയിലും സമാനമായ സംഭവം നടന്നിരുന്നു. പുത്തനത്താണി ചെരുലാലിൽ ബുധനാഴ്ച രാവിലെ മദ്രസയിലേക്ക് കൊണ്ടുപോയ കുട്ടികളെയാണ് മാതാവ് ആയിഷ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. സംഭവത്തിനു ശേഷം കൈത്തണ്ടയിലെ ഞരമ്പുകൾ മുറിച്ച് മാതാവ് ആയിഷ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ആദവനാട് പഞ്ചായത്തിലെ ചേരുലാൽ ഭാവപ്പടിയിലാണ് നാടിനെ നടുക്കിയ അതിദാരുണമായ സംഭവം നടന്നത്. പുറത്തൂർ കാവഞ്ചേരി പനവളപ്പിൽ പറമ്പിൽ മുഹമ്മദ് റഫീഖിന്റെ മക്കളായ മുഹമ്മദ് ഷെബിൽ, ഫാത്തിമ റഷീദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ചേരുലാൽ ഹൈസ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷെബീൽ. ഇതേ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ. പതിവ് പോലെ കുട്ടികളെ മദ്രസയിൽ ആക്കാൻ പോയ ആയിഷ വീട്ടിൽ തിരിച്ചെത്തി ബാത്റൂമിൽ കയറി കതക് അടയ്ക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ കതക് തുറന്ന് നോക്കിയപ്പോഴാണ് ആയിഷയെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. താൻ മക്കളെ കിണറ്റിലെറിഞ്ഞെന്ന് ആയിഷ നാട്ടുകാരോട് പറയുകയായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് റോഡരികിലുള്ള കൊട്ടമനക്കാട്ട് സെയ്തലവിയുടെ കിണറ്റിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആയിഷയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ പിതാവ് മുഹമ്മദ് റഫീഖ് വിദേശത്താണ്. ഇയാൾ ലീവിന് വന്ന് കഴിഞ്ഞ 2ാം തീയതിയാണ് തിരിച്ചുപോയത്. റഫീഖിന്റെയും ആയിഷയുടെയും ദാമ്പത്യത്തിൽ സ്വരച്ചേർച്ചയില്ലാത്തതായി സൂചനയുണ്ട്. റഫീഖ് നാട്ടിൽ വന്നപ്പോൾ ആയിഷ വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട്. പാർലമെന്റിൽ സ്ത്രീകൾക്കു വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരാൻ സുശീല ഗോപാലൻ നടത്തിയ ശ്രമങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സതീദേവി. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സുശീല ഗോപാലൻ അനുസ്മരണവും യാത്രയപ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ സുശീല ഗോപാലൻ അനുസ്മരണവും OT പവിത്രൻ, NP നളിനി, OJ റോസ എന്നിവർക്കുള്ള യാത്രയപ്പും നടത്തി. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ സ്ത്രീകൾക്കു വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരാൻ സുശീല ഗോപാലൻ നടത്തിയ ശ്രമങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണെന്ന് സതീദേവി പറഞ്ഞു. പരമ്പരാഗത വ്യവസായങ്ങളായ ഖാദി, കൈത്തറി, കശുവണ്ടി, കയർ മേഖലകളെ സംരക്ഷിക്കുന്നതിൽ സുശീല ഗോപാലൻ സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്. അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്തതടക്കം നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് സുശീല ഗോപാലൻ. KBES സംസ്ഥാന സെക്രട്ടറി ബൈജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K മഹാദേവൻ, EM ലക്ഷ്മി, സുജാത കൂടത്തിങ്കൽ, TP കൃഷ്ണൻ, L നീല, P പ്രകാശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 9ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം കലക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. SK പൊറ്റക്കാട് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് നിഷാദ് മണങ്ങാട്ട് അധ്യക്ഷനായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 9ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം SK പൊറ്റക്കാട് ഹാളിൽ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ CA ലത നിർവഹിച്ചു. ഈ കേരള വിഷൻ ഡിജിറ്റൽ TVക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന് മുമ്പുള്ള സമ്മേളനം എന്ന നിലയിൽ കേബിൾ TV സംരംഭത്തിലെ പോരായ്മകളും ആവശ്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്ന നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ഡിജിറ്റലൈസേഷൻ പ്രക്രിയയിൽ കോർപ്പറേറ്റുകൾക്ക് മാത്രം നിലനിൽപ്പുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായി ഏറ്റുമുട്ടാനാണ് അസോസിയേഷന്റെ തീരുമാനമെന്നും സമ്മേളനം വ്യക്തമാക്കി. പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ നിയതി, പിന്നണി ഗായിക മച്ചാട്ട് വാസന്തി, പ്രവാസി വ്യവസായി KS അബ്ദുസലാം എന്നിവരെ ആദരിച്ചു. അവരുടെ ജീവിതം പഠിച്ച് അത് കൂടുതൽ നന്നാക്കാനായി മാധ്യമ പ്രവർത്തനം ഉപയോഗപ്പെടുത്തിയ പ്രതിഭാസനായ മാധ്യമ പ്രവർത്തകൻ ചിത്രകാരനുമായ ശ്രീകുമാർ നിയതി. സമ്മേളനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച COA ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് COA ജനറൽ സെക്രട്ടറി K ഗോവിന്ദൻ അവാർഡുകൾ സമ്മാനിച്ചു. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് നിഷാദ് മണങ്ങാട്ട്,
ജില്ലാ സെക്രട്ടറി എം മൻസൂർ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ, KVVES സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ, CK വിജയൻ, കേരള വിഷൻ MD കെ വിജയകൃഷ്ണൻ, ദർശന TV ജനറൽ മാനേജർ മുഹമ്മദ് ഷെരീഫ്, M രാധാകൃഷ്ണൻ, N വാസുദേവൻ നായർ എന്നിവർ സംബന്ധിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നൃത്ത സംഗീത നിശയും ഒരുക്കിയിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. SK പൊറ്റക്കാട് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല മുഖ്യാതിഥിയായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 9ാം ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിനം SK പൊറ്റക്കാട് ഹാളിൽ സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ പുതിയ ഒരു ബിസിനസ് മേഖലയിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാർ പ്രവേശിക്കുന്നു എന്ന് മാത്രം ചുരുക്കത്തിൽ പറയാം. നമ്മുടെ കയ്യിലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഉടമസ്ഥതയിലുള്ള നിയന്ത്രണത്തിലുള്ള കേബിളുകൾ ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ ബിസിനസ് മോഡൽ പരിപൂർണമായി മാറുകയാണ്, ടെക്നോളജി പൂർണ്ണമായി മാറുകയാണ്, കൺസ്യൂമർ റിലേഷൻഷിപ്പ് പൂർണ്ണമായി മാറുകയാണ്, നിയമങ്ങൾ മാറുകയാണ്. അവയൊന്നും യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത, നിലവിൽ നാം തുടർന്ന് വന്ന രീതികളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കുക എത്ര എളുപ്പമല്ല. അതുമായി താദാത്മ്യം പ്രാപിക്കണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും ഒരുപക്ഷെ. അങ്ങനെ താദാത്മ്യം പ്രാപിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരും, എന്തെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും, എന്തെല്ലാം കേബിൾ ഓപ്പറേറ്റർമാർക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ആണ് ഇന്ന് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന. ജില്ലാ പ്രസിഡന്റ് നിഷാദ് മണങ്ങാട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല മുഖ്യാതിഥിയായിരുന്നു. COA ജില്ലാ സെക്രട്ടറി M മൻസൂർ, കേബിൾ സ്കാൻ ചീഫ് എഡിറ്റർ NE ഹരികുമാർ, ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവർ സംബന്ധിച്ചു. വാർത്തയിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. 34ാമത്തെ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ, മുതിർന്ന പൗരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സുശീല ഗോപാലിന്റെ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സെമിനാർ സംഘടിപ്പിച്ചു. NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സുശീല ഗോപാലിന്റെ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സെമിനാർ സംഘടിപ്പിച്ചു. NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കോൺഗ്രസ് ഭരണത്തിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ
നമുക്കറിയാം, VMS ജന്മി കുടുംബത്തിൽ ജനിച്ച് എല്ലാ സുഖസൗകര്യങ്ങളുടെയും നടുവിൽ വളർന്നിട്ടുള്ള VMS കുട്ടിക്കാലത്ത് ആ ജന്മിത്ത വ്യവസ്ഥയുടെ പ്രാകൃതമായിട്ടുള്ള അവസ്ഥയുണ്ട്. കേൾവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ, MM പത്മാവതി, പാനൂർ തങ്കം, T ദേവി, ജാനമ്മ കുഞ്ഞുണ്ണി, M ലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച നല്ലളം കുന്നുമ്മൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നാട്ടുകാർ തടഞ്ഞു. റോഡിലെ മണ്ണ് നീക്കം ചെയ്യാതെ നടത്തിയ ടാറിംഗ് ആണ് നാട്ടുകാർ തടഞ്ഞത്. ശാസ്ത്രീയമായ രീതിയിൽ പുനഃപ്രവൃത്തി നടത്താമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ പ്രശ്നം ഒത്തുതീർത്തു. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച നല്ലളം കുന്നുമ്മൽ റോഡ് കഴിഞ്ഞ 2.5 വർഷത്തോളമായി തകർന്നു കിടക്കുകയായിരുന്നു. ഗതാഗത യോഗ്യമല്ലാതിരുന്ന ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന പ്രദേശവാസികളുടെ നിരന്തര പ്രക്ഷോഭത്തെ തുടർന്ന് കഴിഞ്ഞ 1 വർഷം മുൻപ് സോളിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ടാറിംഗ് ജോലികൾ ആരംഭിച്ചത്. റോഡിലുള്ള മണ്ണ് നീക്കം ചെയ്യാതെ ടാറിംഗ് നടത്തിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ടാറിംഗ് ജോലികൾ തടഞ്ഞത്. ജനങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ പണി തുടങ്ങി നോക്കുമ്പോൾ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്, അതാണ് ജനങ്ങൾക്ക് പ്രശ്നത്തിന്റെ കാരണം. അധികാരികളെ ഞങ്ങളിപ്പോൾ വിളിച്ചു വരുത്തി, അവരാണെങ്കിൽ അധികാരികളെ യഥാസമയം ഇടയ്ക്ക് വന്നു പോകാന്നല്ലാതെ ശരിക്കും സൈറ്റിൽ നിൽക്കാത്തതുകൊണ്ടാണ് നാട്ടുകാർ തന്നെ ഇതിന് കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ ക്വാളിറ്റി മോശമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ജനങ്ങൾ സംഘടിച്ച് വർക്ക് തടയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ടാറിംഗ് വർക്ക് കഴിഞ്ഞ സ്ഥലത്തെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഓവർസ്റ്റിയർ സ്ഥലത്തെത്തി. ശാസ്ത്രീയമായ രീതിയിൽ ഗുണനിലവാരത്തോടുകൂടി ബാക്കി ജോലികൾ ചെയ്തു തീർക്കാമെന്ന ഓവർസിയറുടെ ഉറപ്പിന്മേൽ നാട്ടുകാർ പ്രക്ഷോഭം അവസാനിപ്പിച്ചു. 1500 കിലോമീറ്ററോളം വരുന്ന പശ്ചിമഘട്ട സംസ്ഥാനങ്ങളിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഇൻകം ടാക്സ് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് തള്ളിക്കളയുക, റബ്ബർ വിലയിടിവ് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ഇൻകം ടാക്സ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. 1500 കിലോമീറ്ററോളം വരുന്ന പശ്ചിമഘട്ട സംസ്ഥാനങ്ങളിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അഡ്വക്കേറ്റ് ജോൺ ജോസഫ് പറഞ്ഞു. കേരളത്തിലെ 123 ഗ്രാമങ്ങളെ ഈ ഗണത്തിൽപ്പെടുത്താനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേകമായ ജൈവ സാന്നിധ്യമുള്ള 37% പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വനമേഖലയും സംരക്ഷണ മേഖലയും പൈതൃക മേഖലയും ഉൾപ്പെടുത്തി വരുന്ന മേഖലയിലാണ് 123 വില്ലേജുകൾ പെട്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ജോൺ പൂതക്കുഴി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മാണി മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി ടി മനോജ് കുമാർ, ജോസഫ് എട്ടുകലൻ, അഡ്വക്കേറ്റ് PM ജോർജ്, KK നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നഗരമെങ്ങും നരികൾ ഇറങ്ങി. തിരുവാതിര കളിയുമായി ചെറുതും വലുതുമായ 100-ലേറെ സംഘങ്ങളാണ് വീടുകളിലും കടകളിലും ബുധനാഴ്ച വൈകുന്നേരം കയറിയിറങ്ങിയത്. വീടുകളിൽ ഉറങ്ങാതെ കഴിയുന്നവർക്ക് മാനസികോല്ലാസത്തിനായാണ് കളിസംഘങ്ങൾ വീടുകളിൽ കയറിയിറങ്ങുന്ന പതിവ് തുടങ്ങിയത്. പരമശിവൻ കാമദേവനെ ദഹിപ്പിച്ചപ്പോൾ രതിദേവിക്ക് ശ്രീപാർവതി ഭർത്തൃസാമീപ്യവരം നൽകിയത് തിരുവാതിര നാളിലാണെന്നാണ് ആഘോഷവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിലൊന്ന്. പഴയ പോലെ പുരാണ കഥകളും കഥകളിയാട്ടവും നാടകവും ഇല്ലാതായെങ്കിലും നരിക്കളി ഇപ്പോഴും തുടരുന്നു. പുലികളിയിൽ നിന്നും വ്യത്യസ്തമായി മെയ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാമുഖ്യമുള്ളതാണ് കോഴിക്കോടൻ നരിക്കളി. നഗരത്തിലെ പ്രമുഖ നരിക്കളിയാശാൻ താമരപ്പറമ്പിൽ നരി രചനന്റെ നേതൃത്വത്തിലുള്ള സംഘം അശോകപുരം മേഖലയിൽ തിരുവാതിര കളിക്കിറങ്ങി. മാവൂർ റോഡ് ജംഗ്ഷനിൽ പഴയ കൂടാരപ്പുരയിൽ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ നരിക്കളി അവതരിപ്പിച്ച പ്രസിദ്ധനായ നരി നാരായണന്റെ പേരക്കുട്ടിയാണ് രചനൻ. പിതാവ് വാസുവും പ്രമുഖ കളിക്കാരനായിരുന്നു. മാൻകൊമ്പിന്റെ മാതൃകയും വർണ്ണപ്പകിട്ടാർന്ന വേഷവും ചെണ്ടമേളവുമെല്ലാമുള്ള കളിക്കാരുടെ ഇറക്കം കാണാൻ അശോകപുരം മുത്തപ്പൻകാവിനും താഴത്തംകാവിനും മുന്നിൽ നിരവധി പേർ തടിച്ചുകൂടി. നരിക്കളിക്കൊപ്പം ബാൻഡ് വാദ്യക്കാരും കുട്ടികളുടെ സംഘവും സംഘനൃത്തക്കാരും വിവിധ ഭാഗങ്ങളിൽ കളിക്കിറങ്ങി. മിക്ക സംഘങ്ങൾക്കും തരക്കേടില്ലാത്ത കളക്ഷനും കിട്ടി. 20 രൂപ മുതൽ 1000 രൂപ വരെ ഓരോ വീട്ടിൽ നിന്നും പിരിഞ്ഞു കിട്ടിയവരുണ്ട്. ഗാഡ്ഗിൽ കസ്തൂരി
കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 21-ന് കലക്ട്രേറ്റ് ധർണ നടത്തും. പശ്ചിമഘട്ട സംരക്ഷണം എന്നതിലുപരി മറ്റെന്തോ ഗൂഢലക്ഷ്യങ്ങളാണ് റിപ്പോർട്ട് നടപ്പാക്കുന്നവർക്ക് ഉള്ളതെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മലയോര മേഖലകളിലെ കൃഷിഭൂമികളെല്ലാം സാവധാനത്തിൽ വനങ്ങളാക്കി മാറ്റാനുള്ള ഗൂഢപദ്ധതികളാണ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളുടെ പിന്നിലുള്ളതെന്ന് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മലയോര മേഖലകളെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന 60 ലക്ഷത്തിലധികം ജനങ്ങൾ വീടും കൃഷിയിടവും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പശ്ചിമഘട്ട സംരക്ഷണം എന്നതിലുപരി മറ്റെന്തോ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുള്ള നീക്കമായാണ് ഇതിനെ തങ്ങൾ കാണുന്നതെന്ന് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കൃഷി മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും മറ്റു പല സർക്കാർ വകുപ്പുകളും നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങളെയും ശുപാർശകളെയും അവഗണിച്ചുകൊണ്ടും സുതാര്യതയില്ലാത്ത വിധത്തിലും ധൃതി പിടിച്ചും റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കാണിച്ച വ്യഗ്രത തന്നെ ഇതിന് മതിയായ ഉദാഹരണമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. റിപ്പോർട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച കോഴിക്കോട് കലക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്തയിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style, latest type fashion, lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. സൗത്ത് സോൺ നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് 2013-14 സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന യോഗം പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിലായി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കുന്ന സൗത്ത് സോൺ നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിന്റെ സ്വാഗത സംഘ രൂപീകരണമാണ് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി 600ഓളം പേർ പങ്കെടുക്കും. യോഗം പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്കൃതിയുടെ, നമ്മുടെ സംസ്കാരത്തിന്റെ, പ്രത്യേകിച്ച് മലബാറിന്റെ ഒരു സംസ്കാരത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന കൊയ്യൽ ഈ മാർഷൽ ആർട്സിനെ നമുക്ക് ഏറ്റവും കൂടുതൽ വിപുലമായ രീതിയിൽ രാജ്യത്തെ പരിചയപ്പെടുത്താനും ജനങ്ങളെ ആകർഷിക്കാനും കഴിയുന്നത് പ്രവർത്തിക്കാം എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അധ്യക്ഷത വഹിച്ചു. തായ്ക്കൊണ്ടോ അസോസിയേഷൻ സെക്രട്ടറി അജി, അബ്ദുൽ നാസർ, മൂസ ഹാജി, PC ഗോപിനാഥ്, ബാബു പ്രമോദ്, ജ്യോതിഷ് P എന്നിവർ സംബന്ധിച്ചു. റഹ്മാനിയ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് സ്ഥാപനത്തിന്റെ വാർഷിക ആഘോഷം കോഴിക്കോട് സാമൂഹ്യ സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ TK മുഹമ്മദ് യൂനിസ് ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. റഹ്മാനിയ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് സ്ഥാപനത്തിന്റെ വാർഷികാഘോഷം കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. വാർഷിക ആഘോഷ പരിപാടി കോഴിക്കോട് സാമൂഹ്യ സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ TK മുഹമ്മദ് യൂനിസ് ഉദ്ഘാടനം ചെയ്തു. വൈകല്യമുള്ളവരുടെ പുരോഗതിക്കും ക്ഷേമത്തിനുമായി നടക്കുന്ന പരിപാടികളുടെ ഭാഗമായി പൊതുസമൂഹത്തിന് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ AEO KV അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിഭിന്നശേഷിയുള്ളവരുടെ പെരുമാറ്റ പ്രശ്നങ്ങളും നിവാരണങ്ങളും എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് സൈഫുന്നീസ കുറുക്കൻ, ലെക്ചറർ P സരസ്വതി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഈ വിഭിന്നശേഷിയുള്ള ഇത്തരത്തിൽ ഉള്ള കുട്ടികളെ നമ്മൾ ഒരിക്കലും നമ്മുടെ വീടുകൾക്കകത്ത് അടച്ചിടാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് P അഹമ്മദ് കോയ, AWH പ്രൊജക്ട് ഡയറക്ടർ KV അബ്ദുൽ സലാം, PTA പ്രസിഡന്റ് M കുട്ടിശങ്കരൻ, മദർ PTA പ്രസിഡന്റ് ശോഭന കുമാരി, KP സഫിയ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ അവതരിപ്പിച്ച കെടാവിളക്കുകൾ കലാപരിപാടിയും വേദിയിൽ അരങ്ങേറി.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഏക സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് നൃത്ത സംഗീത രംഗത്തെ പ്രതിഭകളെ കണ്ടെത്താൻ ഏക ലൈവ് പെർഫോമൻസ് ടാലന്റ് ഹണ്ട് ഒരുക്കുന്നു. ഡിസംബർ 22-നും 28-നുമായി ഏക ലൈവ് പെർഫോമൻസ് വെസ്റ്റ് നടക്കാവിലെ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിൽ വെച്ച് നടക്കും. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം ശനിയാഴ്ച വൈകിട്ട് 3:30-ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി മഞ്ഞളാംകുഴി അധ്യക്ഷനായിരിക്കും. പരിപാടിയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ്, സംസ്ഥാന പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ M.K. മുനീർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. നാടകപ്രവർത്തകനായിരുന്ന കായലാട്ട് രവീന്ദ്രൻ KPSCയുടെ 1ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ഡിസംബർ 22-ന് കോതമംഗലം കായലാട്ട് പരിസരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 8 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പുഷ്പാർച്ചന ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, മണിയൂർ TV ബാലൻ, GM ചെറുകാട്, KK നാരായണൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും. പരിപാടിയിൽ CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ, MLA-മാരായ EK വിജയൻ, K ദാസൻ, നഗരസഭാ ചെയർപേഴ്സൺ K ശാന്ത, ഉസ്മാൻ, ശിവദാസ് പൊയ്ക്കർ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. പത്രസമ്മേളനത്തിൽ KP വിനോദ് കുമാർ, ചെറുകാട് രാമൻ, K സുധാകരൻ, അഡ്വക്കേറ്റ് A സുനിൽ എന്നിവർ പങ്കെടുത്തു. ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് 38-ാം വാർഷിക സമ്മേളനവും ജ്യോതിശാസ്ത്ര സെമിനാറും കോഴിക്കോട് അലകാപുരി ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച രാവിലെ 9:30-ന് നടക്കും. സാംസ്കാരിക സമ്മേളനം M.K. രാഘവൻ MPയും ജ്യോതിശാസ്ത്ര സെമിനാർ ദിനേശൻ നമ്പൂതിരിപ്പാടും ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ രണ്ടാമത്തേതും മലബാറിലെ ആദ്യത്തേതുമായ കനോയിങ്, കയാക്കിംഗ് ആൻഡ് റോവിംഗ് പരിശീലന കേന്ദ്രം കോരപ്പുഴയിലെ കുനിയിൽ കടവിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സായ് ഡയറക്ടർ ജനറൽ ജിജി തോംസൺ ഉദ്ഘാടനം ചെയ്യും. K ദാസൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, PKK ബാവ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രത്യേക താക്കോലോ നമ്പർ ലോക്കോ ഇല്ലാതെ ആയാസരഹിതവും സുരക്ഷിതവുമായി ഹെൽമറ്റ് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കുവാൻ സഹായിക്കുന്ന ഫിറ്റാക്കി എന്ന ഉപകരണം പുറത്തിറക്കി. കൊടുവള്ളി പോർങ്ങോട്ടൂർ സ്വദേശി ചെലാങ്കര വീട്ടിൽ സാഹിനു സലീം CO ആണ് പുതിയ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചത്. അന്വേഷയുടെ 20ാം വാർഷികാഘോഷം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധ പടുക്കർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. MT വാസുദേവൻ നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൻകിട കോൺട്രാക്ടർമാരുടെ കുത്തകയാക്കി കരാർ മേഖല മാറ്റിയെടുക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ MLA. BSc നഴ്സുമാരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരായി നിയമിക്കുക എന്ന ആവശ്യവുമായി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ റാലി. പിഞ്ചുമക്കളോടുള്ള ക്രൂരത വീണ്ടും, ഇത്തവണ തിരൂരിൽ കൊന്നത് 2 മക്കളെ, പ്രതി മാതാവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.